ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ പടം ഒരു 7ാം കുമ്മാട്ടിയാണ്. അപ്പൊ എന്റെ ഫ്രണ്ട്സും പിന്നെ നമ്മുടെ റിലേറ്റീവ്സും കസിൻസും എല്ലാവരും എത്തിയിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോ ഞങ്ങൾ എല്ലാവരും കൂടെ സ്ഥലത്തെത്തി. വടവനൂരുള്ള പരിപാടി കുറച്ചെല്ലാം കണ്ട് നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോയി. ഈ അമ്പലത്തിൽ നിന്ന് കുറെ പരിപാടികളുണ്ട്. ബട്ട് ഗൈസ്, ഇതൊന്നും വടവനൂരൂടെ അല്ല പോവുക, ഇത് ഡയറക്റ്റ് മന്നോ അമ്പലത്തിലോട്ട് പോകും. അതുകൊണ്ട് ഇവിടെ വന്നാൽ ഈ പരിപാടി എല്ലാം കാണാൻ പറ്റുള്ളൂ. നമ്മളങ്ങനെ പരിപാടിയെല്ലാം കണ്ട് നടക്കുമ്പോൾ ചേട്ടാ വീഡിയോസ് എല്ലാം കാണാറുണ്ട്, എന്നെയും വീഡിയോ എടുക്കുമെന്ന് ചോദിച്ചിട്ട് ഒരു കുട്ടി ഫോളോവർ വന്നു. പിന്നെ വേറെയും കുറച്ച് ഫോളോവേഴ്സ് എല്ലാം വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക് യു ഗൈസ്. അങ്ങനെ നമ്മൾ പരിപാടിയും ആനകളെയും എല്ലാം കണ്ട് തിരിച്ച് വടവനൂരിലെത്തി. കുറച്ച് കഴിഞ്ഞത് ഞങ്ങളുടെ ഗ്യാങ് സ്പ്ലിറ്റ് ആയി 2 ഗ്യാങ് ആയി ഗൈസ്. ഞങ്ങൾ അവരെയും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവര് തിരിച്ച് ഞങ്ങളെയും. അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ ഒരു മഴ. ആ ഓട്ടം കഴിഞ്ഞതും ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഞങ്ങൾ 2 പേരും മാത്രമായി. പിന്നെ ഞങ്ങൾ 2 പേരും കൂടെ മഴയത്ത് ആ വെടിക്കെട്ടും കണ്ടു നിന്നു. വെടിക്കെട്ട് കഴിഞ്ഞതും ഈ 6 ദിവസം പിടിച്ചു നിർത്തിയ സ്റ്റെപ്പെല്ലാം ഒറ്റ ഡാൻസിൽ അങ്ങ് തീർത്തു. ഇവിടെ ഡിങ്കന്റെ ഷർട്ട് മഴയത്ത് നന്നതും പിന്നെ അവൻ ഷർട്ട് ഒരു കളിയായി. അങ്ങനെ നമ്മൾ തിരിച്ച വീടെത്തി ഫുഡ് കഴിച്ചതും പിന്നെ ഇവിടെ ഗാനമേളയായിരുന്നു. ഇലകൾ പൂണ്ടു വസിക്കും കാലം ഗാനമേളയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അമ്പലത്തിലെത്തി കമ്പം കൊളുത്തുന്നത് കാണാനായിട്ട്. ബട്ട് ഗൈസ്, നമ്മൾ എത്തുമ്പോഴേക്കും അത് കൊളുത്തി കഴിഞ്ഞു. ആ വിഷമത്തിൽ വന്ന് കിടന്നിട്ട് എനിക്കും ജഗ്ഗുനും വിഷ്ണുവിനും ഉറക്കം വരുന്നില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇനി 3 മണിന്റെ കമ്പം കൊളുത്തുന്നത് കാണാൻ പോവാന്ന്. അപ്പൊ തന്നെ ഞങ്ങൾ വീട്ടിലൊന്നും പറയാതെ പുറത്ത് ചാടാനുള്ള പ്ലാൻ സെറ്റ് ചെയ്തു. നമ്മളങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടേക്ക് സ്റ്റാർട്ടാക്കാൻ നേരെ പോവാ. അങ്ങനെ ഞങ്ങളിപ്പോ നേരത്തെ 2 മണിക്ക് തന്നെ അമ്പലം എത്തി ഗൈസ്. ഇപ്പൊ കമ്പം കൊളുത്താനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇരുന്നിരുന്ന് 3:30 ആയപ്പോ കൊളുത്തി. കമ്പം കത്തിക്കലെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങളിപ്പോ 4 മണിക്ക് ജംഗ്ഷനിലെത്തി. എത്തിയത് ഒരു ചായക്കട തുറന്നിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കില്ല, ഒരു ചായയും കുടിച്ച് ഇനി നേരെ വീട്ടിലോട്ട്. അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെന്ന് കണ്ടു നോക്കണേ. ബൈ ഗൈസ്, അടുത്ത വീഡിയോ ഇടാം.